ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 30. മുഴുവൻ ലോകത്തിനും സൗഖ്യം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. 2-ാം ലോക മഹായുദ്ധ സമയത്ത് പടിഞ്ഞാറൻ സ്ലൊവേനിയയിലെ ഒരു വിദൂര മലയിടുക്കിൽ ഒരു രഹസ്യ മെഡിക്കൽ സങ്കേതത്തിൽ ഫ്രാൻചോ പാർഡിസൺ ഹോസ്പിറ്റൽ നാസികളിൽ നിന്ന് മറഞ്ഞിരുന്ന് പരുക്കേറ്റ ആയിരക്കണക്കിന് സൈനികരെ പരിചരിക്കുന്ന കുറേ ജീവനക്കാർ ഉണ്ടായിരുന്നു. സ്ലൊവേനിയയിലെ പ്രതിരോധ പ്രസ്ഥാനം സ്ഥാപിച്ച ഈ സ്ഥാപനം കണ്ടെത്താനുള്ള നാസികളുടെ നിരവധി ശ്രമങ്ങളെ അവർ പരാജയപ്പെടുത്തി എന്നത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണെങ്കിലും അതിലും ശ്രദ്ധേയമാണ് ഈ ആശുപത്രിയിൽ സഖ്യകക്ഷികളുടെയും അച്ചുതണ്ട് കക്ഷികളുടെയും സൈനികരെ ഒരുപോലെ അവർ ശുശ്രൂഷിച്ചിരുന്നു എന്നത്. ആ ആശുപത്രി എല്ലാവരെയും സ്വാഗതം ചെയ്തു. സകല ലോകത്തിൻ്റെയും ആത്മീക സൗഖ്യത്തിനായി സഹായിക്കുവാൻ തിരുവെഴുത്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം നമുക്ക് എല്ലാവരോടും അവരുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാതെ അനുകമ്പ ഉണ്ടായിരിക്കണം എന്നതാണ്. അവരുടെ പ്രത്യയശാസ്ത്രം എന്തുതന്നെയായാലും ക്രിസ്തുവിൻ്റെ ദയയും സ്നേഹവും ഏവരും അർഹിക്കുന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും പാപമെന്ന രോഗത്താൽ ബാധിതരാണ്. യേശുവിൻ്റെ പാപക്ഷമയുടെ സൗഖ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് സൗഖ്യമുണ്ടാകുവാൻ അവൻ നമുക്കരികിലേക്ക് വന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം നമ്മെ ഈ നിരപ്പിൻ്റെ വചനം ഭരമേൽപ്പിച്ചിരിക്കുന്നു. മുറിവേറ്റവരും തകർന്നവരുമായ ആളുകളെ ശുശ്രൂഷിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അവനുമായുള്ള കൂട്ടായ്മ വഴി രോഗികൾക്ക് ആരോഗ്യം ലഭിക്കുമെന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ നാമും പങ്കാളികളായിരിക്കുന്നു. ഈ നിരപ്പ്, ഈ സൗഖ്യം അവനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ചിന്തിക്കുക, ദൈവം സുഖപ്പെടുത്തുകയില്ലെന്ന് അല്ലെങ്കിൽ സുഖപ്പെടുത്തരുതെന്ന് ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ? എവിടെ നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്? ദൈവത്തിന് മഹത്വം.